1920 ഓസ്ട്രിയൻ ഭരണഘടനയുടെ ശില്പിയായ ഹാൻസ് കെൽസൺ ലീഗൽ സയൻസിനെ ഒരു പിരമിഡ് ഓഫ് നോംസായാണ് കണക്കാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയും, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗ്രണ്ട് നോം അഥവാ അടിസ്ഥാന നോം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടനയാണ്. ഭരണഘടനയ്ക്ക് ഇത്രയും പ്രാധാന്യം കൽപ്പിക്കാൻ മറ്റൊരു കാരണം കൂടെയുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ 13(1) അനുച്ഛേദമനുസരിച്ച് ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് മുൻപുണ്ടായിരുന്ന നിയമങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിന്, അതായത് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗത്തിന് വിരുദ്ധമായാൽ അവയ്ക്ക് നിലനിൽപ്പ് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ 13(2) അനുച്ഛേദം അനുസരിച്ചിട്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടാകുന്ന നിയമങ്ങൾ ഭരണഘടനയുടെ 3-ാം ഭാഗത്ത് പറയുന്ന മൗലിക അവകാശങ്ങൾക്ക് വിരുദ്ധമായാൽ എത്രത്തോളം ആ വൈരുദ്ധ്യമുണ്ടോ അത്രത്തോളം അവ അസാധുവാണ്. ഈ കാരണങ്ങൾ കൊണ്ട് ഇന്ത്യൻ ഭരണഘടനയെ നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമമായി, പാരമൗണ്ട് ലോയായി, ഫണ്ടമെൻ്റൽ ലോയായി, ബേസിക് ലോയായി കണക്കാക്കുന്നു. അത്തരത്തിലുള്ള ഇന്ത്യൻ ഭരണഘടന അഡോപ്റ്റ് ചെയ്ത ദിനമായ 1949 നവംബർ 26-നെയാണ് നമ്മൾ ഭരണഘടനാ ദിനമായും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ നിയമങ്ങളുടെ നിയമം എന്ന നിലയ്ക്ക് നിയമദിനമായും ആചരിക്കുന്നത്. ഡോക്ടർ BR അംബേദ്കർ അടക്കമുള്ള ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളോടുള്ള ആദരസൂചകമായിട്ടും കൂടെയാണ് നമ്മൾ ഈ ദിനം ആചരിക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ റഷ്യ ഒഴികെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതലായിരുന്നു ഇന്ത്യയിലെ ജനസംഖ്യ. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അത്രത്തോളം ഏകദാനത ഇല്ലാതിരുന്ന കാലത്ത് പോലും ഇത്രയേറെ വൈവിധ്യങ്ങളായ സംസ്കാരവും പൈതൃകവുമുള്ള ഇന്ത്യക്ക് വേണ്ടി ബൃഹത്തായ ഇത്തരത്തിലുള്ളൊരു ഭരണഘടന ഉണ്ടാക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ നിലവിലുണ്ടായിരുന്ന സ്വതന്ത്ര നാട്ടുരാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഒരു ഇന്ത്യൻ യൂണിയൻ ഉണ്ടാക്കുക എന്നുള്ളത് ദുഷ്കരമായൊരു പ്രവൃത്തി തന്നെയായിരുന്നു. ഡോക്ടർ BR അംബേദ്കറുടെ ഭാഷയിൽ പറഞ്ഞാൽ, കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നോട്ട് എ മിയർ ലോയേഴ്സ് ഡോക്യുമെൻറ്റ്, ഇറ്റ്സ് എ വെഹിക്കിൾ ഓഫ് ലൈഫ് ആൻഡ് ഇറ്റ്സ് സ്പിരിറ്റ് ഈസ് ആൾവേസ് ദി സ്പിരിറ്റ് ഓഫ് ഏജ്. ഇന്ത്യയിൽ വിഭാഗീയ ചിന്തകളെ ഭയപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലും ദുഷ്കരമായ പ്രതിസന്ധികളെ തരണം ചെയ്ത് ഇന്ത്യക്ക് വേണ്ടി ബൃഹത്തായ ഒരു ഭരണഘടനയ്ക്ക് രൂപം നൽകിയ ഭരണഘടനാ ശില്പികളെ അനുസ്മരിക്കേണ്ട ഒരു ദിനം കൂടിയാണിത്.